കേരളത്തിലെ അരമനകളിൽ കയറിയിറങ്ങിയ ബി.ജെ.പി. അയ്യോ പാവം പാലേ കൂച്ചു എന്നാണല്ലോ നമ്മുടെ പിതാക്കന്മാരുടെ ധാരണ. അവരങ്ങനെയാണല്ലോ ആലിംഗന ബദ്ധരാകുന്നത്, ഷോളുകൾ സ്വീകരിക്കുന്നത്, ലഡു സ്വീകരിക്കുന്നത്, പൂച്ചെണ്ടുകൾ സ്വീകരിക്കുന്നത്. എന്നിട്ടിപ്പോൾ എന്തായി? ദീപിക മുഖപത്രം തന്നെ ആഞ്ഞെഴുതി. വി ശിവൻകുട്ടി മന്ത്രി പറഞ്ഞു, ഇങ്ങനെ മുഖപ്രസംഗം എഴുതിയിട്ട് അരമനകളിൽ മറഞ്ഞിരുന്ന് പ്രാർത്ഥന ചൊല്ലിയാൽ പ്രശ്നങ്ങൾ ശരിയാകുമോ പിതാക്കന്മാരെ എന്ന് വി ശിവൻകുട്ടി ചോദിക്കുന്നത് അർത്ഥവത്താണ്. ദീപിക മുഖപത്രം എന്നെഴുതി. ചണ്ഡീഗഡ്, അതുപോലെ ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ എന്താണ് നടക്കുന്നത്? ഞാൻ ഈ പറഞ്ഞു വരുന്നത് സിസ്റ്റർ വന്ദന, സിസ്റ്റർ പ്രീതി എന്നീ രണ്ട് സിസ്റ്റേഴ്സിനെ, അത് കന്യാസ്ത്രീകളെ കഴിഞ്ഞ ദിവസം ചണ്ഡീഗഡിൽ പോലീസ് അറസ്റ്റ് ചെയ്തു, റെയിൽവേ പോലീസ്. എന്തായിരുന്നു കേസ്? ഇവർക്കൊപ്പം 3 പെൺകുട്ടികളുണ്ടായിരുന്നു. പെൺകുട്ടികളല്ല, യുവതികൾ. 19 വയസ്സിനും 23 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 3 പെൺകുട്ടികൾ. ഇവിടെ റെയിൽവേ പോലീസ് തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞു, ഈ കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്ത് നടത്തുകയാണ്. ഉടനെ ബജ്രംഗദൾ പ്രവർത്തകർ വന്നു. പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് തന്നെ ഒരാൾ, അയാളുടെ പേര് എടുത്ത് പറ, ജ്യോതി ശർമ്മ കന്യാസ്ത്രീകളെ അടിക്കുന്നു. പോലീസിന്റെ മുന്നേ വെച്ചിട്ടാണ്. എന്നിട്ട് പറയുന്നു, നിങ്ങൾ മതപരിവർത്തനം നടത്തുന്നു, നിങ്ങൾ മനുഷ്യക്കടത്ത് നടത്തുന്നു എന്ന് ആരോപിച്ച് ഇവരെ അറസ്റ്റ് ചെയ്യിക്കുന്നു. ജ്യോതി ശർമ്മ എന്ന ബജ്രംഗദൾ തീവ്ര സംഘി എന്ന് പറയാം. പോലീസ് അതനുസരിക്കുന്നു. 2 കന്യാസ്ത്രീകളാണ്, മലയാളികളാണ്. ഒരാൾ കണ്ണൂർ സ്വദേശിയാണ്, ഈ സിസ്റ്റർ വന്ദന. മറ്റൊന്ന് അങ്കമാലി സ്വദേശിയാണ്, സിസ്റ്റർ പ്രീത. അപ്പോൾ ഇവര് എന്താണ് ചെയ്തത്? ഈ കൂടെയുള്ള 3 യുവതികളും പറയുന്നു, ഞങ്ങൾ പരമ്പരാഗതമായി ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ ഈ കന്യാസ്ത്രീകൾക്കൊപ്പം ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവരാണ്, ഞങ്ങൾ ജോലിക്ക് പോവുകയാണ്, ഞങ്ങളുടെ രക്ഷിതാക്കളുടെ സർട്ടിഫിക്കറ്റ്, ഇതാണ് ഇവർക്കൊപ്പം പോകാനുള്ള രക്ഷിതാക്കളുടെ അനുമതി പത്രം, അതൊക്കെ വേണം, അല്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. അപ്പോൾ അതെല്ലാം കാണിച്ചിട്ടും, അങ്ങനെയുള്ള എല്ലാ രേഖകളും കാണിച്ചിട്ടുമാണ് ഈ കന്യാസ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എവിടെയാണ്? ചണ്ഡീഗഡ്. ഒഡീഷയിൽ നമുക്കറിയാം, നാഴികയ്ക്ക് 40 വട്ടം ആക്രമണമാണ്. ഇനി 2014 മോദി അധികാരമേറ്റ് 2024 ആകുമ്പോൾ 10 വർഷത്തെ കണക്ക് പരിശോധിക്കാം. 10 വർഷം കൊണ്ട് രാജ്യത്ത് 4316 ആക്രമണ സംഭവങ്ങളാണ് ക്രിസ്ത്യാനികൾക്ക് എതിരെ നടന്നത്. 4316 ആക്രമണങ്ങൾ. ഇത് ദേവാലയങ്ങൾ കത്തിച്ചതുകൊണ്ട്, ക്രിസ്ത്യൻ മിഷണറിയുടെ സ്ഥാപനങ്ങൾ കത്തിച്ചതുകൊണ്ട്, ക്രിസ്ത്യൻ മിഷണറിമാരെ ആക്രമിച്ചതുകൊണ്ട്, വൈദികരെ ആക്രമിച്ചതുകൊണ്ട്, ക്രിസ്ത്യാനികളെ ആക്രമിച്ചതുകൊണ്ട് ഇതൊക്കെ നടക്കുന്നുണ്ട്. 4316 കേസ് ക്രിസ്ത്യൻ യുണൈറ്റഡ് ഫോറം പുറത്തുവിട്ട കണക്കാണിത്. ചുരുക്കി പറഞ്ഞാൽ ചണ്ഡീഗഡ്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിരന്തരം ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നു. മണിപ്പൂരിൽ പീഡിപ്പിക്കപ്പെടുന്നു. എന്തിന്? കേരളത്തിന് പുറത്തോട്ടിറങ്ങിയാൽ ന്യൂനപക്ഷത്തിന് യാതൊരു വിലയുമില്ല. അവരുടെ ജീവൻ കയ്യിൽ പിടിച്ച് നടക്കേണ്ട അവസ്ഥയാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് മുന്നോട്ടിറങ്ങാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിലൊക്കെ പോകാം, തെലങ്കാനയിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ വീടിൻ്റെ മുകളിലും സ്ഥാപനങ്ങളുടെ മുകളിലുമൊക്കെ കാവിക്കൊടിയാണ്. രാജ്യത്തിൻ്റെ പതാക വെച്ചാൽ പിന്നെയും നമുക്ക് അഭിമാനിക്കാം. പക്ഷേ അവിടെയൊക്കെ കാവിക്കൊടിയാണ് സംഘികൾ ഉയർത്തിയിരിക്കുന്നത്. ഈ വൈദികന്മാർക്ക്, അതായത് സന്യസ്തർ, എല്ലാം ഉപേക്ഷിച്ചാണ് ഇവർ കത്തോലിക്ക സഭയിൽ സന്യസ്തരാകുന്നത്. ഈ സന്യസ്ത വേഷത്തിൽ, അതായത് വൈദികർക്ക് വൈദികരുടെ കുപ്പായം അണിഞ്ഞുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. കന്യാസ്ത്രീകൾക്ക് അങ്ങനെ അവരുടെ ഔദ്യോഗിക വേഷത്തിൽ പുറത്തിറങ്ങാൻ പറ്റില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അടിയാണ്, അല്ലെങ്കിൽ ചാണകമെറിയാണ്, ഓടിച്ചിട്ടടിക്കും. കാരണം ഇവർ ക്രിസ്ത്യാനികളാണ്. ഇതാണ് നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത്. അത് നടത്തുന്നത് ആരാണ്? ബി.ജെ.പി. എന്ന് പറഞ്ഞാൽ അറിയാലോ, ഭാരതീയ ജനതാ പാർട്ടിയും അവരുടെ അണികളും, അവരുടെ കുറേ സംഘങ്ങളുണ്ട്. ഞാൻ ഒരു പ്രയോഗം പ്രയോഗിച്ചാൽ അത് ചിലപ്പോൾ കേസായി വരും. അതുകൊണ്ട് ആ പ്രയോഗം പ്രയോഗിക്കുന്നില്ല. ഈ സംഘപരിവാർ, ബജ്രംഗദൾ സംഘപരിവാർ ശക്തികളാണ് ഇങ്ങനെ മുഴുവൻ തോന്നിയവാസവും ക്രിസ്ത്യാനികൾക്ക് നേരെ കാണിക്കുന്നത്. ക്രിസ്ത്യാനികൾക്ക് നേരെ മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് നേരെയുമുണ്ട്. എന്നാൽ കേരളത്തിൽ ഒരു രാജീവ് ചന്ദ്രശേഖർ അലക്കി തേച്ച കുപ്പായമൊക്കെ വിട്ട് അരമനകൾ കയറി ഇറങ്ങും. കെ സുരേന്ദ്രൻ കയറി ഇറങ്ങും. എന്നിട്ട് ഷോൺ ജോർജ് അവരെ പറഞ്ഞേക്കുന്നത് ക്രിസ്ത്യാനികളെ ചാക്കിട്ട് പിടിക്കാൻ മാത്രം ഒരു വൈസ് പ്രസിഡന്റിന് ചുമതല കൊടുത്തിട്ടുണ്ട്. കുമ്മനം രാജശേഖരന് ചുമതല കൊടുത്തിട്ടുണ്ട്, OBC ആളുകളെ കൂടെ കൂട്ടാൻ. അത് കേരളത്തിൽ. അപ്പോൾ ഇരട്ട മുഖമാണ് ബി.ജെ.പിക്കുള്ളത്. ഇത് ദീപികയുടെ മുഖപ്രസംഗം കൊണ്ട് മതിയാകുമോ? കേരളത്തിൽ മുനമ്പത്ത് അവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കി. മുനമ്പത്ത് ജനങ്ങളെ വെച്ച് അവർ സർക്കാരിനെ വെല്ലുവിളിപ്പിച്ചു. ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങളെയും നേതാക്കളെയും വെല്ലുവിളിച്ചു. എന്തുകൊണ്ടാണ്? മുനമ്പത്ത് ഞങ്ങളിതാ നിങ്ങൾക്ക് നീതി നടപ്പിലാക്കി തരാമെന്ന ബി.ജെ.പിയുടെ പ്രചരണം. ഒടുവിൽ എന്തായി? കിരൺ റിജിജു വന്ന് പറഞ്ഞു, നിങ്ങൾ സുപ്രീം കോടതി കയറേണ്ടി വരും. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി യൗമാര് തട്ടിപ്പാണ്, ഉഡായിപ്പാണ് എന്ന് മനസ്സിലായി. എന്നിട്ടും ആ ഉഡായിപ്പ് മനസ്സിലാക്കിയിട്ടും ആളുകൾ എന്ത് ചെയ്തു? യുവമാർക്ക് തന്നെ ജയ് വിളിച്ചു. താമര നെഞ്ചത്ത് കുത്തിവെച്ചിട്ട് ജയ് ബി.ജെ.പി എന്ന് തന്നെ വിളിച്ചു നടന്നു. ഇവരെന്താണ് ചെയ്യുന്നത്?
ഒരു അന്തവും കുന്തവും ഇല്ലാതെ ആളുകളെ പറഞ്ഞ് കബളിപ്പിക്കുക. ഞങ്ങൾ ന്യൂനപക്ഷത്തിന് എതിരല്ല, ഞങ്ങൾ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്ന വിശാലമായ സംഭവമാണ്, പാർട്ടിയാണ്, മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ വാ തുറന്ന് എല്ലാവരെയും വാക്കകത്താക്കുക. തിമിങ്ങനെ മീൻ പിടിക്കുന്നത് പോലെയാണ്. വലിയ വാ തുറന്ന് ഒരുപാട് മീനുകളെ അകത്താക്കിയ ശേഷമേ വായ പൂട്ടത്തുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് ഇതിനകത്ത് ശ്വാസം മുട്ടി ചത്തുപോകും. അതുപോലെയാണ് BJP. വാ പിളർന്ന് വച്ചിരിക്കുകയാണ്. നിങ്ങളൊക്കെ വരൂ, നിങ്ങൾക്കൊക്കെ ഞങ്ങൾ എന്താണ് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം ഞങ്ങൾ സൃഷ്ടിച്ചു തരാം എന്നാണ് BJP കേരളത്തിൽ വന്ന് വാഗ്ദാനം ചെയ്യുന്നത്. ആളുകളൊക്കെ അങ്ങനെ അങ്ങ് ചാടി പുറപ്പെടുകയും ചെയ്യും. പക്ഷേ ഇവരുടെ അജണ്ട എന്താണ്? ഇവരുടെ അജണ്ട മനുസ്മൃതി പറയുന്ന പോലെ ഹൈന്ദവ രാഷ്ട്രമാണ്, ഹിന്ദു രാഷ്ട്രമാണ്. ഹിന്ദു രാഷ്ട്രം എന്ന് പറയുമ്പോൾ ഇവർ പറയുന്ന വിശാലമായ സംസ്കാരമൊന്നും ഇവർ വിഭാവന പോലും ചെയ്തിട്ടില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് ഇവർ തൊട്ടു തീണ്ടിയിട്ടില്ല. ഇവിടെ ഋഷി സംസ്കാരം എന്ന് പറയുന്നത് ഇവർ തൊട്ട് തീണ്ടിയിട്ടില്ല. അങ്ങനെ ഒരു സങ്കല്പമൊക്കെ ഇവർക്കുണ്ടായിരുന്നുവെങ്കിൽ എന്നേ ഭാരതം നന്നായേനെ, എന്നേ നമ്മുടെ ഇന്ത്യ ലോകരാജ്യങ്ങളിൽ ഒന്നായി മാറിയേനെ, ഒന്നാമതായി മാറിയേനെ എന്നതിൽ തർക്കമൊന്നുമില്ല. ആ വിഷയങ്ങളൊന്നും അല്ല ഇവർക്ക് താല്പര്യം. ഇവർക്ക് വോട്ട് രാഷ്ട്രീയം, അധികാര രാഷ്ട്രീയം, അധികാരത്തിൽ കയറി പിടിച്ചിരിക്കണം, അധികാരത്തിൻ്റെ ഹുങ്കു വെച്ച് ആളുകളെ ഇങ്ങനെ ഉപദ്രവിക്കണം, ടോം ആൻഡ് ജെറി കളിക്കണം. ഇതാണ് ഇവരുടെ താല്പര്യം. ആ താല്പര്യത്തിന് നമ്മുടെ ബിഷപ്പുമാർ കുഴലൂതി കൊടുക്കുകയും ചെയ്യും. വന്നോ, ഇന്നാ ഞാൻ തല കുനിച്ചു തരാം, നിങ്ങൾ ഷാളിട്ടോളൂ, നിങ്ങൾ വരൂ, നിങ്ങൾക്ക് ഇതാ ക്രിസ്മസ് സദ്യ, ക്രിസ്മസ് വിരുന്ന്. എന്നാൽ അങ്ങോട്ട് നോക്കണം, ഉത്തരേന്ത്യയിലോട്ട് നോക്കണം. അവിടെ എന്താണ് നടക്കുന്നത്? ഈസ്റ്ററോ ക്രിസ്മസോ ആഘോഷിക്കണമെങ്കിൽ പരിവാർ സംഘടനകളുടെ അനുമതി വേണം. അവരുടെ അനുമതിയോടുകൂടി മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇവിടെ കേരളത്തിൽ അടുത്തിടെ എന്താണ് പാലക്കാട് നടന്നില്ലേ, സ്കൂളിൽ പിള്ളേരൊരുക്കി വെച്ചിരുന്ന ക്രിസ്മസ് പുൽക്കൂട് പോലും തകർത്ത സംഘികൾ. അത്രമാത്രം ദ്രോഹബുദ്ധി ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഇമാതിരിയുള്ള ആളുകളെ അരമനയിൽ കയറ്റുന്നതിന് പകരം അടിച്ച് ആട്ടിപ്പായിക്കുകയാണ് വേണ്ടത്. ഇനി യുമാർക്ക് കുഴലൂത്ത് നടത്തുന്ന ഒരു സംഘടനയുണ്ട്, കാസ. ഇതുപോലെ തീവ്രവാദികൾ വേറെയില്ല. അത് ആ സംഘടനയുടെ പെട്ട ആളുകളിൽ ചിലർക്കുള്ള വ്യക്തിവിരോധം, സഭയോട് മാത്രമല്ല മറ്റ് ചില സമുദായങ്ങളോടുള്ള വ്യക്തിവിരോധം തീർക്കാൻ ഒരു കാസ എന്നൊരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അവരാണ് BJPക്ക് കുഴലൂതുന്നത്. അവർ മുഖാന്തരമാണ് യൗമാര് അരമനകളിൽ കയറിക്കൂടുന്നത്. ഇതൊക്കെ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് അരമനയിലിരിക്കുന്ന അപ്പോസ്തലന്മാർ ഇനിയെങ്കിലും പഠിച്ചില്ലെങ്കിൽ ആകെ പുലിവാല് പിടിക്കും. BJPക്ക് കുഴലൂതി നടന്നു കഴിഞ്ഞാൽ BJP നിങ്ങളെ എന്താക്കും? അവസാനമായ നിങ്ങൾക്കൊരു കുഴലൂത്തങ്ങ് ഊതിത്തരും. അത്രേ പറയാനുള്ളൂ.